ഇറ്റ്സ് മീ നീതീസ് വ്ലോഗിന്റെ പുതിയൊരു റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ളൊരു പച്ചമാങ്ങയുടെ രസമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇപ്പം നമുക്ക് നാട്ടിൽ പച്ചമാങ്ങ സീസണൊക്കെ ആയതുകൊണ്ട് തന്നെ എല്ലായിടവും പച്ചമാങ്ങയൊക്കെ എല്ലാവർക്കും കിട്ടുന്നതാണല്ലോ. അപ്പം എല്ലാവരും കിട്ടുമ്പോൾ ഈ ഒരു രീതിയിൽ രസം തയ്യാറാക്കി നോക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു രസമാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാനും പറ്റും. ഈ ഒരു രസം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വയറ് നിറച്ച് ചോറ് കഴിക്കാൻ പറ്റും. അത്രയ്ക്കും ടേസ്റ്റി ആയിട്ടുള്ളൊരു രസത്തിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ എങ്ങനെയാണ് റെസിപ്പി തയ്യാറാക്കുന്നതെന്ന് കാണണ്ടേ? അപ്പം നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. നമ്മളിന്ന് പച്ചമാങ്ങ രസമാണ് കേട്ടോ തയ്യാറാക്കാനായിട്ട് പോകുന്നത്. അപ്പം ഞാൻ അത്യാവശ്യം പുളിയുള്ള 3 എണ്ണമാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ ഒരു മാങ്ങ, വലിയൊരു മാങ്ങ പുളിയുള്ളതാണെങ്കിൽ അത് മാത്രം എടുത്താൽ മതി. ഇപ്പം ഇതിന് 3 എണ്ണത്തിന് അത്യാവശ്യം പുളിയുള്ളത് കൊണ്ട് ഞാൻ 3 എണ്ണം എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. നമുക്ക് അന്നേരം ആദ്യം ഇതിൻ്റെ തൊലിയും കാര്യങ്ങളും എല്ലാം കളഞ്ഞതിന് ശേഷം ഇതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് വരാം. നമ്മൾ 3 പച്ചമാങ്ങ ഇവിടെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇത്രയും ഒരു പരുവത്തിലാണ് കേട്ടോ കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിനിയിപ്പോൾ ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. മിക്സിയുടെ ജാറിലിട്ടിട്ട് അത്യാവശ്യം ചെറിയ രീതിയിലൊന്ന് ചതച്ചാൽ മതി. ഒരുപാട് ഫൈനായിട്ട് പോകണ്ട, അത്യാവശ്യം ഒന്ന് ചതഞ്ഞ് കിട്ടിയാൽ മതി. അപ്പം നമുക്കിത് ഇത്രയും എല്ലാം കൂടെ ഒന്നിച്ചിട്ടിട്ട് നമുക്കിതൊന്ന് ചതച്ചെടുക്കാം. അതിനകത്ത് വെള്ളമോ കാര്യങ്ങളോ ഒന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. മാങ്ങ അടിക്കുമ്പോൾ തന്നെ അതിനകത്ത് വെള്ളം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നമുക്കിതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ നമ്മൾ ചെറുതായിട്ട് ഇത് കണ്ടോ, ഈ ഒരു പരുവത്തിലൊന്ന് ക്രഷ് ചെയ്തിട്ട് എടുത്താൽ മതി. ഞാനൊന്ന് സ്പൂണിലെടുത്ത് കാണിക്കാം. ഇത് കണ്ടോ, ഒന്ന് ചതഞ്ഞ് കിട്ടുക, ആ ഒരു പരുവം മതി. കാരണം നമ്മൾ ഇനിയിപ്പോൾ ഇത് എണ്ണയിലിട്ട് വഴറ്റി എടുക്കേണ്ടതാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു പരുവത്തിൽ മാത്രം ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. അപ്പം നമുക്കിനി രസം തയ്യാറാക്കാം. ഇത് നമ്മൾ രസം ചട്ടിയിലാണ് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് ലേശം എണ്ണ ഒഴിച്ചു കൊടുക്കാം. നമുക്കിനി അതിലേക്ക് കടുക് ആഡ് ചെയ്യാം. 4-5 വറ്റൽമുളക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിതിലേക്ക് ഒരു സവാളയുടെ പകുതിയും ഒരു ചെറിയ തക്കാളി, 4 പച്ചമുളകാണ് കേട്ടോ ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. തക്കാളി ഓപ്ഷണലാണ്. നമ്മുടെ മാങ്ങയ്ക്ക് അത്യാവശ്യം പുളിയൊക്കെ ഉണ്ട്. പക്ഷേ ഞാനൊരു വീഡിയോ ഒക്കെ എടുക്കുന്നതല്ലോ, ഒരു കളർഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് തക്കാളിയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിത് ചെറുതായിട്ട് ആദ്യം ഇതൊന്ന് വഴറ്റാം. ഒരുപാട് വഴണ്ട് പോകണ്ട, അതിന് മുന്നേ നമുക്ക് മാങ്ങ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ ചതച്ചെടുത്ത് വെച്ചിട്ടുള്ള മാങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്കിത് എല്ലാം കൂടെ ആ ഒരു എണ്ണയിലിട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ആ ഒരു മാങ്ങയുടെ പുളിയൊക്കെ നല്ലതുപോലെ ഇതിൽ ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ചതച്ചിട്ട് എടുക്കാനായിട്ട് പറഞ്ഞത്. നമ്മുടെ ആ ഒരു എണ്ണയിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് വഴണ്ട് കിട്ടണം. അതുപോലെ അതിനകത്തുനിന്ന് വെള്ളവും ഇറങ്ങണം. അപ്പോൾ നമുക്കിതൊരു ലേശ നേരം ഒന്ന് അടച്ചു വെച്ചിട്ടൊന്ന് വേവിക്കാം. നമുക്കിതിലേക്കൊരു 3 കുഞ്ഞ് കഷ്ണം കായ ഇട്ട് കൊടുക്കാം. കായ നമ്മൾ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കുമ്പോൾ അത് അലിഞ്ഞ് കിട്ടും. അതുകൊണ്ടാണ് കേട്ടോ കുറച്ച് നേരത്തെ ആഡ് ചെയ്യുന്നത്. ആ കായം കൂടെ ഇട്ടിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് വീണ്ടും ഇത് നമുക്ക് ഒന്ന് തുറന്ന് നോക്കാം. ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇതേ കണ്ട അത്യാവശ്യം തക്കാളിയിൽ നിന്നും മാങ്ങയിൽ നിന്നൊക്കെ ലേശം വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ചില മാങ്ങയും ചിലപ്പോൾ ഇനി വെള്ളം ഇറങ്ങാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ലേശം ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്ത് അങ്ങനെ ഒന്നും ചെയ്തെടുത്താലും മതിയേ. തക്കാളിയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഇതിനകത്തുനിന്ന് വെള്ളം ഇറങ്ങും. അപ്പം നമുക്കിനി ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള മസാല ആഡ് ചെയ്യാം. ലേശം അളവിൽ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ അളവിൽ മുളക് പൊടി, 1.5 സ്പൂൺ അളവിൽ മല്ലിപ്പൊടി. ഇനി നമുക്ക് കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. കുരുമുളക് പൊടിയാണല്ലോ പൊതുവെ നമ്മുടെ രസത്തിൻ്റെയൊക്കെ ഒരു ഹൈലൈറ്റ്. ആ ഒരു കുരുമുളകിൻ്റെ ആ ഒരു ഇങ്ങനെ കുത്തി നിൽക്കണം, എന്നാൽ ആ കറക്റ്റ് ആ ഒരു രസത്തിൻ്റെ ആ ഒരു ടേസ്റ്റും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഈ ഒരു മസാല ഇതിലേക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചൂടുവെള്ളമാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ചൂടുവെള്ളമാണ്, കാരണം അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ഇതിൻ്റെ പച്ച സ്മെല്ല്, നമ്മുടെ പൊടിയുടെയൊക്കെ ഒരു പച്ച ടേസ്റ്റ് വരും. ചൂടുവെള്ളം നമ്മൾ ഒഴിച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പച്ച ടേസ്റ്റ് വരാതിരിക്കും. പലർക്കും അറിയാവുന്നതായിരിക്കാം, എന്നാലും ഞാനൊന്ന് അറിയാത്തവരും ഒക്കെ ഉണ്ടാവുമായിരിക്കുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അതൊന്ന് പറഞ്ഞത്. അപ്പോൾ നമുക്കിതിലേക്ക് ഇനി ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കാം. പിന്നെ നമുക്കതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ലേശം വെള്ളം കൂടെ ആഡ് ചെയ്യാനുണ്ട്. ഞാനതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ബാക്കി വെള്ളം കൂടെ ഒഴിക്കാമെന്ന് വെച്ചിട്ടാണ്. അപ്പം നമുക്ക് അതും കൂടെ ഒഴിച്ച് കൊടുക്കാം. നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ട്
ഒരു സ്പൂണ് ഒരു തവിയുണ്ട്. നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു മാങ്ങാ രസമാണ് കേട്ടോ. നമുക്ക് ഈ ഒരു രസം മാത്രം മതി ചോറ് കഴിക്കാനായിട്ട്. നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു രസമാണ്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വെളുത്തുള്ളി ചതച്ചതാണ്. വെളുത്തുള്ളി നമ്മൾ തൊലി കളയാതെ മിക്സിയിലിട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു വെളുത്തുള്ളിയുടെ ടേസ്റ്റ് കൃത്യമായിട്ട് കിട്ടും. ഇതൊരു പാചകക്കാരൻ പറഞ്ഞു തന്നതാണ് കേട്ടോ എനിക്ക്. അപ്പം നമുക്ക് ആ വെളുത്തുള്ളി ചതച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അത് ഇതുണ്ടോ ഇങ്ങനെ ആ ഒരു തോലോട് കൂടി തന്നെ ചതച്ചെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അത് നമുക്ക് ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി ചേർക്കുമ്പോഴാണ് ആ രസത്തിന് കറക്റ്റായിട്ടുള്ളൊരു ടേസ്റ്റ്. വെളുത്തുള്ളിയും അതുപോലെ കുരുമുളക് ആണ് രസത്തിൻ്റെ മെയിനായിട്ടുള്ളൊരു ടേസ്റ്റ് എന്ന് പറയുന്നത്. നമുക്കതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ചതച്ച് ചേർക്കുമ്പോഴാണ് കേട്ടോ നല്ലൊരു ടേസ്റ്റ്. ചിലർ ഇങ്ങനെ മുറിച്ച് മാത്രമേ ഇടത്തുള്ളൂ. മിക്സിയിലൊന്ന് ചതച്ച് ചേർക്കുവാണെങ്കിൽ നല്ലൊരു ടേസ്റ്റാണ്. ഇനി നമുക്കിതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ മല്ലിയില ഉണ്ടെന്നുണ്ടെങ്കിൽ മല്ലിയില ഇട്ട് കൊടുത്താലും രസത്തിന് പ്രത്യേക ഒരു ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ കറിവേപ്പിലയാണ് ആഡ് ചെയ്യുന്നത്. കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്കിത് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ട് നല്ല ടേസ്റ്റാണ്. നമ്മുടെ ആ ഒരു പച്ചമാങ്ങയുടെ ഒരു പുളിയും ഒക്കെ ഇറങ്ങിയിട്ട് ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു രസത്തിന്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ്, മിസ് ചെയ്യരുത്. കാരണം ഇപ്പോൾ നമുക്ക് മാങ്ങാ സീസണൊക്കെ ആയതുകൊണ്ട് തന്നെ എല്ലാവരുടെയും വീട്ടിൽ പച്ചമാങ്ങയൊക്കെ ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ പഴുത്ത മാമ്പഴത്തിന് വെച്ചിട്ട് നമ്മൾ സാധാരണ പുളിശ്ശേരിയൊക്കെ ഉണ്ടാക്കുമല്ലോ. അപ്പോൾ ഇനിയിപ്പോൾ പച്ചമാങ്ങ വെച്ചിട്ട് രസം ഒന്ന് തയ്യാറാക്കി നോക്കുക. ഞാൻ ഉറപ്പായിട്ടും ഗ്യാരണ്ടി പറയുകയാണ്, ഈ ഒരൊറ്റ രസം മാത്രം മതി നമുക്ക് ചോറ് കഴിക്കാനായിട്ട്. ചട്ടിയിൽ വെക്കുമ്പം രസത്തിനൊരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഇതൊന്ന് കുറച്ച് നേരം ഒന്ന് വെട്ടി തിളക്കട്ടെ. എന്നിട്ട് ഒരു പ്രാവശ്യം നിങ്ങൾ വെച്ച് വെക്കുക. പിന്നെ നിങ്ങൾക്ക് ഇതേപോലെ മാങ്ങയുള്ള സമയത്തൊക്കെ നമുക്ക് രസം വയ്ക്കാൻ പറ്റും. പിന്നെ മാങ്ങ ഇതുപോലെ ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ പച്ചമാങ്ങ അതുപോലെ ഫ്രീസറിൽ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ എത്ര നാൾ വേണമെങ്കിലും ചീത്തയാവില്ല. അപ്പം നമുക്ക് പച്ചമാങ്ങ രസമോ അല്ലെങ്കിൽ കറിക്കൊക്കെ ഇടണമെന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു രീതിയിൽ ഫ്രീസറിൽ തന്നെ കട്ട് ചെയ്തൊന്നും വേണ്ട, തൊലിയോടുകൂടി തന്നെ എടുത്ത് വെച്ചാൽ മതി. എന്നിട്ട് നമ്മൾ എപ്പോഴാണോ കറിക്ക് വേണ്ടിയിട്ട് എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നേരം വെള്ളത്തിൽ ഇട്ടിട്ട് എടുത്താൽ തൊലിയൊക്കെ കളഞ്ഞാൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും നമുക്ക് മീൻകറിക്കോ അല്ലെങ്കിൽ ഇതുപോലെ രസം തയ്യാറാക്കാനോ ഒക്കെ നമുക്ക് പറ്റും. ഞാനിപ്പം നിങ്ങളെ കാണിച്ച മാങ്ങ ഞാൻ ഫ്രീസറിൽ ഓൾറെഡി ഇട്ടിരുന്ന മാങ്ങയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിയിൽ രസമൊക്കെ തയ്യാറാക്കി നോക്കുക. അപ്പോൾ നമ്മൾ ഗ്യാസ് സ്വിച്ച് ഓഫ് ചെയ്യണം. അപ്പോൾ ഉറപ്പായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ്. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറന്നു പോകരുത്. കാരണം നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് നമുക്ക് ആവശ്യമാണ്. അതുപോലെ ഒരുപാട് നല്ല നല്ല റെസിപ്പീസ് നമ്മുടെ ചാനൽ ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ അതും കൂടെ കയറി കണ്ടു നോക്കുക. ഉറപ്പായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഇനിയും നല്ല നല്ല റെസിപ്പീസായിട്ട് വരുന്നവരെ എല്ലാവരും സുഖമായിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. പുതിയൊരു റെസിപ്പി ആയിട്ട് കാണുന്നതുവരെ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.